ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് നമ്മുടെ നോറ ജിൻഡോയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. പവർ റൂമിൽ വെച്ച് പവർ ടീമിലുള്ളവർ തമ്മിൽ നടന്ന ഡിസ്കഷൻ ജിൻഡോ പുറത്തെത്തിച്ചു എന്നാണ് നോറ പറയുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സൈക്കിൾ ടാസ്ക് ഋഷി ആദ്യം ഓടിച്ച് എത്തിയെങ്കിലും ട്രാക്ക് മാറ്റിയാണ് ഋഷി ഓടിച്ചത്. ജിൻഡോയുടെ തീരുമാനപ്രകാരമാണ് ആ ഒരു ടാസ്കിൽ ശരണ്യ ജയിച്ചത്. റസ്മിൻ ഫേവർ ചെയ്തത് ഋഷിനെയാണ്. ഒരു തവണ ട്രാക്ക് മാറ്റാം എന്നൊരു മണ്ടൻ ആർഗ്യുമെന്റ് റസ്മിൻ ഇന്ന് പറഞ്ഞു. ട്രാക്ക് മാറ്റാനേ പാടില്ല എന്ന റൂള് നമ്മുടെ ജിൻഡോയും പറഞ്ഞു. പിന്നെ ജിൻഡോയ്ക്കെതിരെ വളരെ മോശമായ ലാംഗ്വേജ് റസ്മിൻ യൂസ് ചെയ്തു, മറ്റേ എഫ് വേർഡ് ഒക്കെ യൂസ് ചെയ്തു. ട്രാക്ക് മാറ്റാനേ പാടില്ല എന്നാണ് ഞാൻ ആ ഒരു ടാസ്കിന്റെ സമയത്ത് കേട്ടത്. അങ്ങനെ മാറ്റിയാൽ ഡിസ്ക്വാളിഫൈഡ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നോറയും ജിൻഡോയും പുറത്ത് അടുത്തറിയാവുന്ന രണ്ടുപേരാണ്. നോറയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസിനൊക്കെ നമ്മുടെ ജിൻഡോ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഇവിടെ ഇടാം. ഹാപ്പി ബർത്ത്ഡേ എന്നൊരു അടിക്കുറിപ്പും പുള്ളി ആ ഒരു ഫോട്ടോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് അടുത്തറിയാവുന്നവരാണെങ്കിൽ മാത്രമേ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ വിളിക്കത്തുള്ളൂ. പിന്നെ വിഷ് ചെയ്തൊരു ഫോട്ടോ ആ ഒരു വിളിച്ച ആള് സോഷ്യൽ മീഡിയയിൽ ഇടണമെങ്കിൽ അവർ അത്രയ്ക്ക് അടുത്ത സുഹൃത്തുക്കളായിരിക്കാം. അകത്ത് നോറ ജിൻഡോയ്ക്കെതിരെ കളിക്കുന്നത് കട്ട ഫേക്ക് ആയിട്ടുള്ള ഒരു ഗെയിമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ പവർ റൂമിൽ മാത്രം നടന്ന ആ ഒരു സീക്രട്ട് ഡിസ്കഷൻ അല്ല ജിൻഡോ പുറത്തെത്തിച്ചത്. അന്ന് ജാൻമോണി ഋഷിയുടെ അടുത്ത് എത്തിച്ചു കൊടുത്ത പുകിലൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടാസ്കിൽ ഒരു ജഡ്ജ്മെന്റ് ആണ് ജിൻഡോ പുറത്തു പറഞ്ഞത്. അത് പുറത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ സ്വന്തം ബർത്ത്ഡേക്ക് ക്ഷണിച്ച ഒരാളെ ബിഗ് ബോസിനകത്ത് ഫ്രണ്ടായിട്ട് കാണണോ വേണ്ടയോ എന്നുള്ളത് നോറയുടെ ചോയ്സ് ആണ്. അതിനെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. പക്ഷെ പരിചയം നടിക്കാതെ ഒരു സ്ട്രേഞ്ചറിനെ പോലെ ഇയാള് അയാള് എന്ന് വിളിക്കുന്നതും പോലെ പുള്ളിക്കെതിരെ ഒരു കാര്യവും ഇല്ലാതെ വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ചീപ്പ് ഗെയിമാണ് നമ്മുടെ നോറ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പവർ ടീം അധികാരം കയ്യിൽ കിട്ടിയവരെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോ വളരെ നല്ല രീതിയിലാണ് ഈ ഒരു പവർ ഉപയോഗിക്കുന്നതും ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്നതും എല്ലാം. പിന്നെ ചിലതൊക്കെ പാളിപ്പോകും, കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ ഇതേപോലെ പാളിച്ചകൾ സംഭവിക്കും. നോറയോട് ഈ പുള്ളിക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പുറത്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടാണോ നോറ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ ജിൻഡോയുടെ ശുദ്ധ മനസ്സിനെ പുള്ളി നോറയോട് പറഞ്ഞു, മോളെ ഡാൻസിന്റെ ടാസ്കില് ശ്രീരേഖയും നിനക്കും സെക്കൻഡ് തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ കേട്ടതാണ്. പുള്ളി ഇത്രയ്ക്ക് റിയൽ ആയതുകൊണ്ടാണ് ഇതൊന്നും ജിൻഡോയുടെ മൈൻഡിൽ നിൽക്കാത്തത്. ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്ത് വേറൊന്ന് കാണിച്ചുള്ള ഗെയിം ഒന്നും ജിൻഡോയ്ക്ക് അറിയില്ല. അന്നാണെങ്കിൽ നമ്മുടെ ഋഷിയെ പുള്ളി പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ ലൈവിൽ കണ്ടതാണ്. ഇന്ന പോലെയാണ് കാരണങ്ങൾ, ഇതുകൊണ്ടാണ് ഋഷി തോറ്റത് എന്ന് ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കി. അതാണ് ജിൻഡോ. വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അല്ലാതെ നോറയെ പോലെ ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്ത് വേറൊന്ന് കാണിച്ചിട്ടുള്ള ഗെയിം ഒന്നും ജിൻഡോയ്ക്ക് അറിയത്തില്ല. അതിന്റെ പേരിലാണ് ജിൻഡോയ്ക്ക് നേരെ ഇപ്പൊ എല്ലാവരും എന്റെ കല്ലെറിയുന്നത്.